എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു അടിപൊളി വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല വെളിച്ചെണ്ണയാണ് ഇത് ഒരുപാട് ഔഷധ ഗുണവും ഒക്കെയുള്ള എണ്ണയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 2 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിലെത്ര വേണമെങ്കിലും എടുക്കാം. അപ്പോൾ തേങ്ങ ചിരകി മിക്സിയിലിട്ട് അടിച്ച് ലൂസിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ച് വെച്ചിന്. അപ്പോൾ എന്നിട്ട് അരിപ്പയിലൊഴിച്ച് അരിച്ചെടുത്ത് തലേ ദിവസം ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ പിറ്റേന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ വെള്ളമൊക്കെ അടിയിലോട്ടേക്ക്, എന്നിട്ട് അടിയിലുള്ള വെള്ളമൊക്കെ ഊറ്റിക്കളയാം. ഇതിന് മുകളിലത്തെ തിക്കുള്ള ഈ പാല് മാത്രം എടുത്ത് ഒരു പാത്രത്തിൽ, ഞാൻ നോൺ സ്റ്റിക്ക് പാനിലാണ് ഒഴിച്ചത്, ഉരുളിയിലാണെങ്കിലും ഒഴിക്കാം. എന്നിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന വെളിച്ചെണ്ണ നമ്മുടെ ശരീരത്തിലെ ഡ്രൈനസ് ഒക്കെ മാറാൻ വളരെ നല്ലൊരു, അതുപോലെ തലയിൽ തേക്കാനും നല്ലതാണ്. മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തലയിലുണ്ടാകുന്ന താരൻ, ഡ്രൈനസ് അതൊക്കെ പോകാനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഈ കാച്ചിയ വെളിച്ചെണ്ണ. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ ആയി വരുവേ. ഒരു പിരിഞ്ഞ ഒരു ലുക്കാണ് ഉണ്ടാവുക. ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇതിൽ നിന്ന് വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുന്നത് കണ്ടോ. വെളിച്ചെണ്ണ വരുന്നുണ്ട്. ഇനി തേങ്ങാപ്പാലൊക്കെ കളറ് മാറി ഒരു ബ്രൗൺ കളറായി വരും. എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അതാ കളറ് മാറാൻ തുടങ്ങി. ഏകദേശം ആവാറായിട്ടുണ്ട്. അതാ വെളിച്ചെണ്ണ നല്ലോണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പീര എന്നെക്കൊണ്ട് നമുക്ക് എന്തൊക്കെയോ ഉപയോഗങ്ങളുണ്ട്. ഇതും കഴിക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ്. ഈ പീര എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ശർക്കരയും കുറച്ച് കാഷ്യൂനട്ടൊക്കെ ഉപയോഗിച്ച് ഉരുട്ടി നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ കൂട്ടുകറിയിലൊക്കെ വേണമെങ്കിൽ ഇടാവുന്നതുമാണ്. അതുകൊണ്ട് വെറുതെ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഏകദേശം നമ്മുടെ വെളിച്ചെണ്ണ ആയി വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീട്ടിൽ നിന്ന്. അപ്പോൾ അവരവരെ ആവശ്യത്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലേ. നമുക്ക് കാലിന് തേക്കാനും മേൽ തേക്കാനും അതുപോലെ തലയിൽ തേക്കാനും ഒക്കെ നല്ല സ്മെല്ലാണ് ഇത് ഉണ്ടാക്കുമ്പോൾ. ഇപ്പം കുറേ വെളിച്ചെണ്ണ കുറച്ചും കൂടെ കൂടി വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു കുപ്പിയിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കുകയും വേണം. ഓക്കെ, ബൈ ബൈ.